കോന്നിയിൽ വനിതാ കർഷകയുടെ കൃഷിയിടത്തിലേക്ക് മഴവെള്ളം വഴി തിരിച്ചുവിടുന്നതായി പരാതി. ദുരിതത്തിലായിരിക്കുന്നത് കോന്നി പൂച്ചക്കുളം സ്വദേശി ലേഖയാണ്. പഞ്ചായത്തിന്റെ അവാർഡ് നേടിയ കർഷകയുടെ പരാതി പഞ്ചായത്ത് മെമ്പർക്കെതിരെ. മികച്ച കർഷകയ്ക്കുള്ള തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിന്റെ അവാർഡ് നേടിയ വനിതയാണ് ലേഖ. 3 വർഷത്തെ പാട്ടകാലാവധിക്കാണ് വിധവയായ ലേഖ കൃഷി ആരംഭിച്ചത്. 5.5 ലക്ഷം രൂപയോളം കൃഷിക്കായി ചെലവഴിച്ചു. സ്വാഭാവികമായി ഒഴുകേണ്ട ഓടയിലേക്കുള്ള വെള്ളം പഞ്ചായത്ത് മെമ്പറും പ്രദേശവാസികളും ചേർന്ന് കല്ലുകൾ കൊണ്ട് തടഞ്ഞ് കൃഷിയിടത്തിലേക്ക് കടത്തിവിടുകയാണെന്നാണ് ലേഖ പറയുന്നത്. മലവെള്ളം മുഴുവനും പായിച്ചു വിടുന്നത് കൊണ്ട് എൻ്റെ ഈ കൃഷികളെല്ലാം നശിച്ചു പോകുകയാണ്. അതിനെതിരെ കൃഷിയുടെ വസ്തുവിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ മുഴുവനും ഇതിലേക്ക് വീഴുവാണ്, എൻ്റെ വാഴയെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നെന്ന് പറഞ്ഞതനുസരിച്ച് അതിൻ്റെ ഉടമസ്ഥൻ കോടതിയിൽ സമീപിക്കുകയും കോടതിയിൽ കേസ് നിൽക്കുകയാണ്. പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് അവർ തൊഴിലുറപ്പ് പണിക്കാരെയും കൊണ്ട് എനിക്ക് റോഡിൻ്റെ സൈഡിലൂടെ കാന വൃത്തിയാക്കി തന്നു. അതിൽ ഞാനും പങ്കാളിയായിരുന്നു. അത് ഞാൻ പോയി കഴിഞ്ഞിട്ട് സന്ധ്യ സമയത്ത് ആരോ ആൾക്കാർ വന്നിട്ട് ആ കാന അടച്ചു വെച്ചു. അപ്പോഴും എൻ്റെ കൃഷിയിലേക്കാണ് മുഴുവൻ വെള്ളവും പോയി എൻ്റെ കൃഷി നശിക്കുവാണ്. പൂച്ചക്കുളം റോഡിലെ ഈ ഭാഗത്ത് മുൻപ് ഓട ഉണ്ടായിരുന്നില്ല. ഇതുമൂലം മഴവെള്ളം ഒഴുകി വന്ന് കൃഷിനാശവും മണ്ണിടിച്ചിലും രൂക്ഷമാകാൻ ആരംഭിച്ചതോടെ സ്ഥല ഉടമ പഞ്ചായത്തിലും കോടതിയിലും പരാതി നൽകി. കേസിനെ തുടർന്നാണ് താൽക്കാലിക ഓട നിർമ്മിച്ചത്. പക്ഷേ പ്രതികാര നടപടി എന്നോണം ഈ ഓട നിർമ്മിക്കുകയും പ്രദേശവാസികൾ അടക്കമുള്ളവർ കോൺക്രീറ്റ് പാളി ഉപയോഗിച്ച് ഓടയുടെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുകയും ചെയ്തെന്ന് ലേഖ പറയുന്നു. ഇന്നലെ കുറേ ആൾക്കാർ വന്നിട്ട് എൻ്റെ ഭൂമിയിലേക്ക് താഴേക്ക് കാന വെട്ടിയത് കൂടാതെ അതിൻ്റെ മൊത്തം വെള്ളവും എൻ്റെ ഭൂമിയിലേക്ക് ഒഴുകത്തക്കോണം അവിടെ ഓട വെട്ടി അടച്ച് റോഡിൻ്റെ കോൺക്രീറ്റ് വെട്ടിപ്പൊളിച്ച് അവിടെ കാന അടച്ച് വെച്ചിട്ട് മുഴുവൻ വെള്ളവും എൻ്റെ വാഴയിലേക്ക് എൻ്റെ കൃഷിയിലേക്ക് ഒഴുക്കി അവിടെ വിടുവാണ്. എനിക്ക് ഭയങ്കര ജീവന് പോലും ഭീഷണി ഉയർത്തുന്ന രീതിയിൽ എൻ്റെ കാലി വെട്ടും കൈ വെട്ടും എന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുവാണ്. തർക്കം രൂക്ഷമായതോടെ തന്നെ പ്രദേശവാസികളായ ചിലർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായും ലേഖ ആരോപിക്കുന്നു. തുടർന്ന് ഇവർ തണ്ണിത്തോട് പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ അന്വേഷണം ആരംഭിച്ചു. ശാശ്വതമായ പരിഹാരത്തിന് ജില്ലാ കളക്ടർക്കും പോലീസ് മേധാവിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഈ കർഷക. ന്യൂസ് മലയാളം, പത്തനംതിട്ട.